ഹലോ, ഇന്നിപ്പോൾ ഞാനൊരു വാട്ടൈ കുക്കിംഗ് ഡേ ആണ് കേട്ടോ ചെയ്യുന്നത്. വാട്ടൈ ഈറ്റിന് ഡേ അല്ല, വാട്ടൈ കുക്കിംഗ് ഡേ ആണ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ്. ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്ററൊക്കെ തയ്യാറാക്കി, ചമ്മന്തിക്ക് തേങ്ങ ചിരകി ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് അരച്ചെടുക്കാം. ഉപ്പിട്ടിട്ട് നല്ല മാച്ചാണ് കേട്ടോ ഗോതമ്പ് ദോശയ്ക്ക് ഈ ചമ്മന്തി. ഗോതമ്പ് ദോശയൊക്കെ ചുട്ടു, ഞങ്ങളെല്ലാവരും കഴിക്കുകയും ചെയ്തു കേട്ടോ. നന്നായി മുറുക്കി ചുടണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അതിനുശേഷം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ബിരിയാണിയാണ് കുറച്ചുകൂടെ ഇഷ്ടം. തലശ്ശേരി ബിരിയാണിയിൽ നിന്നും അതാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വശം ഈ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറ്. എന്നിപ്പോൾ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, ഇനിയൊരു ദിവസം ഞാൻ റെസിപ്പി കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ, ഞാൻ റെസിപ്പി കാണിക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഞാനത് 1.5 കിലോ ആണ് ഞാൻ വെച്ചത്. സൂപ്പറായി വന്നു കേട്ടോ ബിരിയാണി. അതിൻ്റെ സൈഡായിട്ട് ഞാൻ ലിവർ വരട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറുള്ളി ഇട്ടു, അതിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ട്, ഇതിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. കുരുമുളകും ജീരകം പൊടിച്ച് വെച്ചതാണ്. ഉപ്പ് എന്നിട്ടിട്ട് സോട്ട് ചെയ്തിട്ട് ലിവർ ഇട്ട് കൊടുക്കാം. മട്ടൻ്റെ ലിവറാണ് കേട്ടോ ഇത്. നന്നായിട്ട് കുറച്ച് വേകാനുണ്ട്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി സോട്ട് ചെയ്ത ശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വേഗം വെച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കണേ, മുളക് പൊടി ഇടാതെ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്തു. ബിരിയാണി റെഡിയായി. ചിക്കൻ ഫ്രൈ, തൈര് ചട്നി, നമ്മുടെ ലിവർ. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വായോ, കഴിക്കാം.